പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. 1993 ഫാസിൽ സംവിധാനം ചെയ്ത ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ് മണിച്ചിത്രത്താഴ്. മധുകൂട്ടമാണ് ആ ഒരു ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും നല്ലൊരു സിനിമ മലയാളത്തിൽ വേറെയില്ല. അത്രയ്ക്കും അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗുണപാഠങ്ങൾ നൽകാൻ സാധിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മണിച്ചിത്രത്താഴ്. ഗംഗ, നകുലൻ, ഡോക്ടർ സണ്ണി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവനോടെ നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും ഒരു വലിയ കാരണം ആ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ്. പിന്നെ ഒരു ശോഭനയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയൊക്കെ ഒരു അഭിനയ മികവ് അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇത്ര നല്ലൊരു സിനിമ ഇനി മലയാളത്തിൽ ഉണ്ടാവോ എന്നറിയില്ല. നമുക്കറിയാം, ഇവിടെ ഗംഗ എന്നൊരു കഥാപാത്രം നാഗവല്ലിയായിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഗംഗയുടെ ഒരു ചില സൈക്കോ ക്യാരക്ടറുകൾ, അത് ആ ഒരു കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി തീർക്കുന്നത് എന്നതൊക്കെ വളരെ രസകരമായിട്ട് നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മുടെ മുന്നിലേക്ക് വിളമ്പി നല്ലൊരു സദ്യ പോലെ വിളമ്പി തന്നൊരു മൂവി കൂടിയാണ് മണിച്ചിത്രത്താഴ്. എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ, ഈ സിനിമ കാണുമ്പോൾ എനിക്ക് വലിയ പേടിയായിരുന്നു. എനിക്ക് ഒരു സിനിമ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ, ദൂരദർശനിലൊക്കെ വന്നു കഴിഞ്ഞാൽ, എനിക്ക് തനിച്ച് സ്കൂളിലേക്ക് പോകാനോ അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകാനോ ബാത്റൂമിൽ പോകാൻ പോലും എനിക്ക് പേടിയായിരുന്നു. അവിടെ ഇവിടെ എങ്ങാനും ഗംഗ ഉണ്ടാവുമോ അല്ലെങ്കിൽ നമ്മുടെ നാഗവല്ലി ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഹൈസ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ +1 +2 ഒക്കെ കാലഘട്ടത്തിൽ ഒരു സിനിമ ഏഷ്യനെറ്റിലൊക്കെ വരുമ്പോൾ, അപ്പോൾ എനിക്കിത് നല്ലൊരു രസകരമായിട്ടുള്ളൊരു പ്രണയ സ്റ്റോറി ആയിട്ടാണ് അനുഭവപ്പെടുക. ഇത്ര നല്ലൊരു പ്രണയം മറ്റെവിടെയും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് തോന്നും. അതിൽ ശരിക്കും ആ ഒരു സിനിമ ആ ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെയൊക്കെ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലെ ഒരു സിനിമ ടി വിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു +1 +2 കാലഘട്ടത്തിലൊക്കെ ഈ സിനിമ ടി വിയിൽ വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഞാനായിരുന്നു നാഗവല്ലിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവും. അപ്പം പിന്നെ ഗംഗയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശരിക്കും നാഗവല്ലി, മഹാദേവൻ പ്രണയിച്ച നാഗവല്ലി നമ്മളായിരുന്നുവെങ്കിൽ എന്ന് ഏതൊരു സ്ത്രീയും ആശിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് നാഗവല്ലി എന്നൊരു കഥാപാത്രത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഗംഗയെ കുറ്റം പറയാൻ പറ്റില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 3ാം സ്റ്റേജ് എന്ന് പറയുമ്പോൾ, ഞാനൊരു വീട്ടമ്മയായതിനു ശേഷം ഈ ഒരു സിനിമ ഏഷ്യനെറ്റിലൊക്കെ വരുമ്പോൾ കാണുമ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു എന്തെല്ലാമോ ഒരു സിനിമയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ചതുപോലെ ഫീൽ ചെയ്യുന്നു. ഓരോ പ്രായത്തിലും ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ നൽകാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ രാമനാഥൻ പ്രണയിച്ച നാഗവല്ലി, ഈ ഒരു നാഗവല്ലിയിലേക്ക് ഗംഗ മാറുന്നതിൻ്റെ ഏറ്റവും ഒരു പ്രധാന കാരണം നകുലനാണെന്ന് തോന്നിപ്പോകുന്ന ഒരു രംഗമാണ്, ഒരു കിടപ്പറ രംഗം. അവിടെ നമ്മുടെ ഗംഗ നകുലനെ കിടക്കാനായിട്ട് ക്ഷണിക്കുമ്പോൾ, അവരുടെ കിടക്കയിലേക്ക് ക്ഷണിക്കുമ്പോൾ നകുലൻ എനിക്ക് നല്ല തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഗംഗയോട് ഉറങ്ങാനായിട്ട് ആവശ്യപ്പെടുന്നു. വീണ്ടും ഉറങ്ങുന്നതിന് മുന്നേ എന്നെ ഒന്ന് വിളിച്ചേക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല തിരക്കാണ് എന്ന് നകുലൻ പറയുന്നു. ഈ ഒരു സമയം ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു അവഗണന ശരിക്കും ആ ഒരു ഒറ്റൊരു സീനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പച്ചയായ ഭാര്യ തൻ്റെ ഭർത്താവിൽ നിന്ന് ഉൾക്കൊള്ളാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് സഹിക്കേണ്ടി വരാൻ പാടില്ലാത്തൊരു അവഗണന ശരിക്കും അവിടെ നകുലൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. ബെഡ്റൂമിൽ പോലും നകുലൻ തിരക്കുള്ളൊരു ഭർത്താവാകുമ്പോൾ ഒരു പെണ്ണിനും അത് സഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റില്ല.
അങ്ങനെ പിന്നെ ഇപ്പോൾ 3-ാം സ്റ്റേജ് എന്ന് പറയുമ്പം ഞാനൊരു വീട്ടമ്മ ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സിനിമ യൂട്യൂബിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഏഷ്യനെറ്റ് കഴിഞ്ഞ് ഇപ്പോൾ യൂട്യൂബ് കാലഘട്ടമാണ്. യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഞാൻ ഈ സിനിമ കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇതിവൃത്തമാണ് ഒരു സിനിമയ്ക്കകത്തുള്ളത്. ഇതിൻ്റെ മുൻപ് കുട്ടിക്കാലത്ത് ഒരുപാട് ചിരിപ്പിച്ച് ഭയപ്പെടുത്തിയൊരു സിനിമ ഒരു കൗമാരക്കാലത്തേക്ക് വന്നപ്പോൾ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാലത്തേക്ക് വന്നപ്പോൾ ഒരു പ്രണയ സിനിമ. ഇപ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. എത്ര വ്യത്യാസമാണ് ഈ ഒരു സിനിമയിൽ വന്നത് എന്ന് തോന്നുന്നു. ഭർത്താവിൻ്റെ അവഗണനയിൽ നിന്ന് മറ്റൊരു ചെറുപ്പക്കാരനോട് പ്രണയം തോന്നുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഇതിൽ ശരിക്കും ഗംഗ. പക്ഷേ നമുക്ക് എത്ര പേർക്കത് മനസ്സിലായിട്ടുണ്ട് എന്നറിയില്ല. ഒരു സൈക്കോ ക്യാരക്ടറിലേക്ക് മാറുന്ന ഗംഗയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നകുലനെ കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു നകുലനെ നമ്മൾ മനസ്സിലാക്കാൻ ഈ ഒരു എഴുത്തുകാരൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ എഴുത്തുകാരൻ്റെ ഉള്ളിൽ എവിടെയോ എഴുത്തുകാരൻ അറിയുന്ന ഒരു കഥാപാത്രത്തിൽ നിന്ന് വന്ന ഒരു രഹസ്യമായിട്ടുള്ളൊരു കാര്യം മറ്റാരും അറിയാതിരിക്കാൻ, അതായത് ഗംഗയ്ക്ക് നകുലനിൽ നിന്ന് വന്ന അവഗണനയുടെ പേരിൽ അയൽവക്കത്തെ ചെറുപ്പക്കാരനോട് തോന്നിയ ഒരു പ്രണയം ആരും അറിയാതിരിക്കാൻ ഈ ഒരു എഴുത്തുകാരൻ, മണിച്ചിത്രത്താഴ് എന്നൊരു കഥയുടെ എഴുത്തുകാരൻ ശരിക്കും പെടാപ്പാട് പെടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നകുലനെ ആവശ്യമില്ലാതൊക്കെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഗംഗയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവായിട്ടൊക്കെ ചിത്രീകരിക്കുന്നു. സംഭവം ശരിയാണ്. ഒരു നാഗവല്ലിയുടെ അങ്ങനെ ഒരു സൈക്കോ സ്റ്റേജിലേക്ക് ഗംഗ എത്തുമ്പോൾ ശരിക്കും നകുലൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് കാരണക്കാരൻ നകുലൻ തന്നെയല്ല. ആ ഒരു സ്റ്റേജിലേക്ക് ഗംഗ എത്താൻ കാരണം നകുലൻ തന്നെയാണ്. ഇതിന് സമാനമായിട്ടുള്ളൊരു സിനിമ വേറെയുണ്ട് മലയാളത്തിൽ. ഈ ഇതേ ഒരു സാഹചര്യത്തോട് പിടിച്ചു നിൽക്കുന്ന ഒരു സിനിമ. പക്ഷേ അത് ദാരിദ്ര്യത്തിൽ നിന്ന് അതോടൊപ്പം ഭർത്താവിൻ്റെ അവഗണനയും രണ്ടും കൂടിയായിട്ട് മറ്റൊരു ആളോട് പ്രണയം തോന്നുന്ന ഒരു സിനിമ. നമ്മുടെ മീര ജാസ്മിനും മമ്മൂട്ടിയും അവതരിപ്പിച്ച അല്ലെങ്കിൽ അഭിനയിച്ച് തകർത്ത ഒരേ കടൽ എന്ന സിനിമ. പക്ഷേ അതിനേക്കാട്ടിലും കുറച്ചും കൂടി ഒരു രസം ഒരു മണിച്ചിത്രത്താഴ് എന്നൊരു സിനിമയാണ്. അതിൽ മീര ജാസ്മിൻ ഭർത്താവിൻ്റെ ദാരിദ്ര്യം, അതോടൊപ്പം അയാളുടെ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീ അനുഭവിക്കേണ്ട ഏറ്റവും ദയനീയമായിട്ടുള്ള അവഗണന പോലും നരേൻ എന്നൊരു കഥാപാത്രം അവതരിപ്പിച്ച ഭർത്താവിൽ നിന്ന് മീര ജാസ്മിൻ അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ മീര ജാസ്മിൻ്റെ മനസ്സിലുള്ളൊരു സങ്കല്പം, ഒരുപാട് അറിവുള്ള ഒരാളാണ് മമ്മൂട്ടി. അതുപോലെ തന്നെ മീര ജാസ്മിനെ പല ഘട്ടങ്ങളിലും സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ സഹായിച്ച ഒരു മമ്മൂട്ടിയോട് മീര ജാസ്മിന് പ്രണയം തോന്നുന്നു. പിന്നെ ഭർത്താവിൽ നിന്ന് അകലുന്നു. എന്നിട്ട് പിന്നെ മീര ജാസ്മിൻ ഒരു ഭ്രാന്തിയാവുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ ശരിക്കും നമ്മുടെ ഗംഗ നാഗവല്ലിയായിട്ട് മാറുകയാണ്. ഒരു പ്രതികാരം, ഭർത്താവിനോടുള്ളൊരു പ്രതികാരമായിട്ടാണ് എനിക്ക് ആ ഒരു നാഗവല്ലിയിലേക്ക് മാറുന്നത് എനിക്ക് അനുഭവപ്പെടുന്നത്. നകുലനോട് ഗംഗയ്ക്ക് ശരിക്കും നല്ല ദേഷ്യമുണ്ട്. കാരണം കിടപ്പറയിൽ പോലും നകുലൻ ഗംഗയ്ക്ക് വെറുമൊരു സുഹൃത്ത് മാത്രമാവുന്ന ഒരു രംഗം നമുക്ക് ആ ഒരു മൂവിയിൽ കാണാൻ പറ്റുന്നുണ്ട്. തൻ്റെ ബെഡിലേക്ക് ഗംഗ നകുലനെ ക്ഷണിക്കുമ്പോൾ എനിക്കൊരുപാട് ജോലിയുണ്ടെന്ന് നകുലൻ പറയുന്നു. എങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഒന്നും കൂടി വിളിച്ചേക്കണേ എന്ന് പറയുമ്പോൾ ഗംഗ ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നു. അവിടെ ശരിക്കും ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു അവഗണന തന്നെയാണ് അവിടെ നേരിടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നേരത്തെ മീര ജാസ്മിനെ സ്വാധീനിച്ചത് മമ്മൂട്ടിയുടെ പണം, പ്രതാപം ഒക്കെ ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഗംഗയെ സ്വാധീനിക്കുന്നത് മഹാദേവൻ്റെ ഒരു പ്രകൃതം. അയാൾ നല്ലൊരു എഴുത്തുകാരനാണ്, കവിയാണ്. പിന്നെ നമ്മുടെ രാമനാഥൻ താമസിച്ച നാഗവല്ലിയുടെ രാമനാഥൻ താമസിച്ച ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു ആളും കൂടി ആവുമ്പോൾ എന്തോ ഒരു ഗംഗയ്ക്ക് അയാളോടൊരു അടുപ്പം തോന്നുന്നു. ശരിക്കും ഈ ഒരു ഗംഗ നാഗവല്ലിയായിട്ട് മാറാൻ ഏറ്റവും പ്രചോദനമാവുന്നത് നകുലൻ എന്നൊരു കഥാപാത്രമാണ്. പക്ഷെ അത് നകുലൻ ആ ഒരു മൂവിയിൽ അല്ലെങ്കിൽ ആ ഒരു നകുലൻ എന്ന കഥാപാത്രം തൻ്റെ ഭാര്യയുടെ ഒരു മാറ്റത്തിന് കാരണക്കാരൻ ഞാനാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം അത്രയേറെ ഒരു ഭ്രാന്തി എന്നൊരു എല്ലാ സ്റ്റേജും നമ്മുടെ ഗംഗ എത്തപ്പെട്ടിട്ടും നകുലൻ ഗംഗയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഈ ഒരു മൂവിയിൽ നമ്മുടെ ആ ഒരു പാട്ടുണ്ടല്ലോ, വരുവാനില്ല എന്ന് തുടങ്ങുന്ന ഒരു പാട്ടിൽ നമ്മുടെ ഗംഗ നമ്മുടെ മഹാദേവൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പുറംചട്ടയിൽ അല്ലിയുടെ സ്വന്തം എന്ന് എഴുതി വെക്കുന്നുണ്ടല്ലോ. അത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഗംഗയെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഒന്നും കടന്നുകൂടാൻ പാടില്ല. ഇത് അല്ലിയുടെ ആളാണ്, അല്ലിയുടെ ക്രഷാണ്, അല്ലെങ്കിൽ അവർ തമ്മിലാണ് വിവാഹിതരാവേണ്ടത്. ഞാനൊരു ഭാര്യയാണ്, എനിക്കൊരു കുടുംബമുണ്ട്, എൻ്റെ സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്തതൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ ഗംഗയെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് ആ ഒരു അല്ലിയുടെ സ്വന്തം എന്ന് ഗംഗ എഴുതി വയ്ക്കുമ്പോൾ എനിക്ക് ആ ഒരു മൂവി കാണുമ്പോൾ അനുഭവപ്പെടുന്നത്. ശരിക്കും ആ ഒരു ചെറിയൊരു സീനിൽ തന്നെ ഒരു സിനിമയുടെ ആകെ ഒരു ഇതിവൃത്തം ഉണ്ട്. അല്ലി, മഹാദേവൻ എന്ന കഥാപാത്രങ്ങൾ ഗംഗയെ എത്രത്തോളമാണ് സ്വാധീനിച്ചതെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഗംഗ തന്നെ സ്വയം അവരാൽ കഴിയുന്ന എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലിയുടെ സ്വന്തം എന്ന് പറഞ്ഞ് ഗംഗ അവിടെ ആ ഒരു പുറംചട്ടയിൽ അങ്ങനെ എഴുതി വയ്ക്കുന്നത്. ഒരേ കടൽ എന്ന മൂവിയിൽ മീര ജാസ്മിൻ, മമ്മൂട്ടി, നരേൻ ഇവരൊക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ശരിക്കും ഈ ഒരു നാഗവല്ലിയോട് സാമ്യമുള്ള അല്ലെങ്കിൽ ഗംഗയോട് സാമ്യമുള്ള ഒരു കഥാപാത്രത്തെ തന്നെയാണ് മീര ജാസ്മിൻ അവതരിപ്പിക്കുന്നത്. നരേന് നകുലൻ എന്ന ഭർത്താവിനോട് നല്ല സാമ്യമുണ്ട്. മഹാദേവൻ എന്നൊരു ക്യാരക്ടറിനോട് മമ്മൂട്ടിക്ക് സാമ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളായതുകൊണ്ട് നമുക്ക് സാമ്യമില്ല എന്നൊക്കെ പറയാം. എങ്കിലും ഇവിടെ മഹാദേവൻ മാന്യനായതുകൊണ്ട് നമ്മുടെ ഗംഗയ്ക്ക് കൂടുതൽ അപകടങ്ങളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഇവിടെ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അയാൾ ഒരു മോശം കഥാപാത്രമായിട്ടാണ് നമുക്കൊക്കെ ഫസ്റ്റിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അവസാനത്തേക്കാണ് സ്നേഹം എന്നൊരു വലയത്തിനുള്ളിൽ ഒരു മമ്മൂട്ടി എന്നൊരു കഥാപാത്രം അകപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നൊരു അനുഭവത്തെ മനസ്സിലാക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നത് അവസാന ഭാഗത്തേക്കാണ്. ഫസ്റ്റിലൊക്കെ മമ്മൂട്ടി ഒരു ബാഡ് കഥാപാത്രമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ മഹാദേവൻ മാന്യനായതുകൊണ്ട് ഗംഗയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ ഒരു നമ്മുടെ മണിച്ചിത്രത്താഴ് എന്നൊരു മൂവിയിലൂടെ വരുന്നൊരു ഗുണപാഠം ശരിക്കും നാഗവല്ലിമാരെ ഉണ്ടാക്കുന്നത് ഭർത്താക്കന്മാർ, നകുലനെ പോലെയുള്ള എന്നതാണ്. അപ്പോൾ അവിടെ നരേൻ മീര ജാസ്മിന് ഭ്രാന്ത് വന്നപ്പോൾ മീര ജാസ്മിനോട് ക്ഷമിക്കുന്നുണ്ട്. പിന്നെ മീര ജാസ്മിൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ ആ ഒരു കുഞ്ഞ് നരേൻ്റെതല്ല എന്ന് നരേന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നിട്ട് പോലും നരേൻ ക്ഷമിക്കുന്നു. അപ്പോൾ അവിടെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ശരിക്കും പാവം എന്ന് കാഴ്ചക്കാർക്ക് നരേൻ പാവമാണെന്ന് തോന്നും. ഈ ഒരു മൂവിയിൽ മണിച്ചിത്രത്താഴിൽ സുരേഷ് ഗോപി പാവമാണെന്ന് തോന്നും. പക്ഷേ ശരിക്കും ഈ ഒരു ഭാര്യമാരെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചത് തങ്ങളാണെന്നുള്ളൊരു കുറ്റബോധത്തിലാണ് ശരിക്കും അവർ ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. ശരിക്കും ഇതുപോലെയുള്ളൊരു കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കാം എല്ലാവർക്കും.